ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. കുറേ ദിവസമായി നമ്മൾ കണ്ടിട്ട്. പിന്നെ മഞ്ഞപ്പിത്തത്തിൻ്റെ മരുന്നിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിരുന്നു, പച്ചമരുന്നിൻ്റെ വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ അത് നിങ്ങളെല്ലാവരും കണ്ട് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കുറച്ച് ദിവസമായിട്ട് എന്താ പറയുക, ഓരോ തിരക്കിലായിരുന്നു, അതുകൊണ്ടാണ് എല്ലാവരും ക്ഷമിക്കുക. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് എന്താ വെച്ചാൽ ഒരു മുട്ട ബജ്ജിയാണ്. കോഴിമുട്ട വെച്ചിട്ട് ഉള്ള ഒരു ബജ്ജിയാണ്. അതിന് എന്താ പറയുക, ഇത് 2-3 തരത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ബജ്ജിയാണ്. ഞാൻ ഉണ്ടാക്കുന്നൊരു തരമാണ്. ഇതിവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. എൻ്റെ കടയിലും ഇത് പിന്നെ നല്ലോണം പോണ സാധനമായിരുന്നു, നല്ലോണം പാർസൽ പോകും. എൻ്റെ മക്കൾക്കാണത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനിത് ഇവിടെ ഇടയ്ക്കൊക്കെ ഞാൻ ചായക്ക് വേണ്ടി വൈകുന്നേരം ഉണ്ടാക്കുന്നതാകുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ സാധനമാണിത്. അപ്പോൾ ഞാൻ അതിനായിട്ട് ഒരു 6 മുട്ട എടുത്ത് പുഴുങ്ങി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിനായിട്ട് എടുത്തത് എന്താണെന്ന് വെച്ചാൽ പിന്നെ ഒരു 3 ഉള്ളി എടുത്തിട്ടുണ്ട്. ഒരു 300 ഗ്രാമോളം വരുന്ന ഉള്ളിയാണ് ഞാൻ എടുത്തത്. ഒരു ചെറിയ കിഴങ്ങ് എടുത്ത് ഞാൻ പുഴുങ്ങി എടുത്തിട്ടുണ്ട്. പുഴുങ്ങി ഞാൻ പൊടിച്ച് ഉടച്ചെടുത്തതാണ്. പിന്നെ ഇത് നമ്മൾ എന്താ പറയുക, ഇത് ഇടാതെ നമുക്ക് ഉണ്ടാക്കാം, പക്ഷേ ഇതിട്ടാൽ അതിന് പ്രത്യേക ടേസ്റ്റാണ്. അടുത്ത വേണ്ട നമുക്ക് ഒരു പിന്നെ ഒരു 3 ചെറിയ പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട്. അതെന്താ പറയുക, പിന്നെ പുരയിൽ ഞാൻ ഉണ്ടാക്കുന്നതിൻ്റെ മുറ്റത്തു തന്നെ പറിച്ച മുളകാണ്. തങ്ങൾക്കാണ് നല്ല പച്ചമുളകാണ്. നല്ല ചമ്മന്തിയൊക്കെ പിടിക്കാനൊക്കെ അടിപൊളി ടേസ്റ്റുള്ള നല്ല അടിപൊളി പച്ചമുളകാണ്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ എന്താണ് ഒരു ചെറിയൊരു 3 ഇതുപോലത്തെ ഒരു 3 ഞാൻ എടുത്ത് അരിഞ്ഞിട്ടുണ്ട്. അതരിഞ്ഞത് പിന്നെ ഇത്തിരി ഇങ്ങനെ നീളത്തിൽ അരിയണം. പിന്നെ ചെറിയ കുഞ്ഞായിട്ട് അരിയരുത്. ഇത്തിരി നീളത്തിൽ അരിയുമ്പോൾ എന്താണ് നമുക്ക് കടിക്കുകയാണെങ്കിൽ എരിയാണ് നമുക്ക് എടുത്ത് ഒഴിവാക്കാൻ പറ്റുന്ന രീതിയിൽ ആയിരിക്കും നമ്മൾ അരിയുന്നത്. അപ്പോൾ അതെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 തണ്ട് മല്ലിച്ചപ്പും 1 തണ്ട് പുതിനച്ചപ്പും കൂടെ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു നുള്ള് കറിവേപ്പിൻ്റെ ഇല എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഇടാനുള്ള സാധനങ്ങൾ മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂണ്, പിന്നെ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂണ്, പിന്നെ 1 സ്പൂണോളം കുരുമുളക് പൊടി എൻ്റെ മുറ്റത്തുനിന്ന് പറിച്ചതാണ്. എൻ്റെ വീട്ടിൽ നിന്ന് തന്നെയുള്ള കുരുമുളകാണ്. നല്ല കുരുമുളക് ഞാൻ കഴുകി ഉണക്കി വൃത്തിയാക്കി പൊടിച്ച സാധനമാണ്. പിന്നെ ഞാൻ അതിലേക്ക് ഒരു ഇത്തിരി ചിക്കൻ മസാലയാണ് എടുത്ത് ഒരു 1/2 ടീസ്പൂൺ ചിക്കൻ മസാല എടുത്തിട്ടുണ്ട്. പിന്നെ അതിൽ ആവശ്യത്തിനുള്ള ഉപ്പാണ്. നമ്മൾ ഇതിനൊരു മസാല ഉണ്ടാക്കി കൊടുക്കാം അല്ലേ. ഈ ഉള്ളി നമുക്കൊന്ന് വഴറ്റി റെഡിയാക്കി ഒരു മസാലയാക്കി എടുക്കാം. അപ്പോൾ അതിന് ഞാൻ പിന്നെ ഒരു കഷ്ണം നെയ്യ് ഇടുന്നുണ്ട്. പിന്നെ അത് ഞാൻ ഡാൽഡയാണ് ഇട്ടത്. ശകലം വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം. നമുക്ക് മൂടി വെക്കരുത്, മൂടി വെച്ചിട്ട് വാട്ടരുത്, അല്ലാതെ തന്നെ വാട്ടി കൊടുക്കണേ, എന്നാലും അതിൻ്റെ ടേസ്റ്റ് വരും. അല്ലാണ്ട് ഒരു ഉള്ളി ഒരു വെന്ത മാതിരി ഉണ്ടാകുക. നമുക്ക് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് നല്ലോണം വാട്ടി വയ്ക്കുക. മൂടി വെക്കരുത്, മൂടി വെച്ചിട്ട് വാട്ടരുത്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇത് നമുക്ക് ഓവനും കാര്യങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് വേഗം തന്നെ പിന്നെ ഇതിനൊന്നും കുടിക്കാതെ വേഗം ഒന്ന് പൊരിച്ചെടുക്കുന്ന ഒരു ബജ്ജിയാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. നമുക്ക് വേഗം നമ്മളെ മക്കൾക്ക് വേഗം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. പിന്നെ ഒരു എരിവൊക്കെ ഉള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ളൊരു മുട്ട ബജ്ജിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ഉള്ളി ഇങ്ങനെ ചൂന്ന് വരുന്നുണ്ട്. പിന്നെ അതിലേക്ക് നമുക്ക് ഈ ഇലകളൊക്കെ ഇട്ട് കൊടുക്കാം. പിന്നെ ഈ ഉള്ളിയിൽ ഞാൻ പിന്നെ വാട്ടുമ്പോൾ ഞാൻ ശേഷം ഡാൽഡ ഇട്ട് കൊടുത്തിട്ടുണ്ട്, ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങൾ ഇട്ടാൽ മതി. പിന്നെ നിങ്ങൾക്ക് എന്താണോ ആവശ്യമുള്ള ഇട്ടാൽ മതി. പിന്നെ ഞാനിപ്പോൾ എന്താണ് ഇവിടെ ഉണ്ട്, ഞാനങ്ങനെയൊക്കെ പിന്നെ ശേഷം ഇതെല്ലാം കൂടി ഇടും. അതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നുണ്ട്. നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് ഇട്ടാൽ മതി. ഞാനങ്ങനെ ഇട്ടെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതൊക്കെ എല്ലാം കൂടി അതിലിട്ടിട്ട് നമുക്ക് ഉണ്ടാക്കാം. നല്ലോണം ഇളക്കി വാട്ടി കൊടുക്കാം. പിന്നെ 6 കോഴിമുട്ട നമ്മൾ എടുത്തതിന് 12 ബജ്ജിയാണ് ഉണ്ടാവുക. അതിന് അനുസരിച്ചുള്ള ഉള്ളി വേണം. അപ്പോൾ ആ വാടി വരുമ്പോഴത്തേക്കും പിന്നെ കിഴങ്ങ് കൂടുന്നുണ്ടല്ലേ നമ്മൾ. അപ്പോൾ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് സാധനങ്ങളൊക്കെ എടുക്കാം കേട്ടോ. നമുക്ക് ഈ മഞ്ഞൾപ്പൊടിയിലേക്ക് ഇട്ട് കൊടുക്കാം, മുളക് പൊടി ഇട്ട് കൊടുക്കാം, മല്ലിപ്പൊടി ഇടരുത് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ എടുത്ത് വെച്ച ചിക്കൻ മസാലയാണ്. അപ്പം ചിക്കൻ മസാല കോഴിമുട്ട ആയതുകൊണ്ടാണ് ചിക്കൻ മസാല ശേഷം എടുത്തത്. ഇനി കോഴിമുട്ടയ്ക്ക് നിങ്ങൾക്ക് ഇത്തിരി ബിരിയാണി മസാല ഇടുന്നതിന് കുഴപ്പമൊന്നുമില്ല. അപ്പം പിന്നെ നമുക്ക് പിന്നെ നിങ്ങൾക്ക് എന്താ ടേസ്റ്റ് അനുസരിച്ചുള്ള മീറ്റ് മസാല ഇടണ്ട. മീറ്റ് മസാല പിന്നെ ഇതിൽ യോജിക്കുകയില്ല. അപ്പോൾ നമുക്ക് ഈ ചിക്കൻ മസാല ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നിങ്ങൾ നിങ്ങളെ ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾ ഇട്ടോളി. പിന്നെ ഈ കുരുമുളക് പൊടി നമുക്ക് ഇതിലേക്ക് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഈ കിഴങ്ങ് നമുക്ക് കിഴങ്ങ് ഞാനൊരു ചെറിയ കിഴങ്ങ് എടുത്തിട്ടുള്ളൂ. നമുക്ക് ആവശ്യത്തിന് ഇടാം.
തേങ്ങ ഇടുമ്പോൾ പിന്നെ ടേസ്റ്റുമാണ്. പിന്നെ അതിലേക്ക് ഈ ഉള്ളിലേക്ക് ഒന്ന് കുഴഞ്ഞു കൂടി ഇതിൻ്റെ കോരിട്ട് കൊടുക്കാനും ഉണ്ടാവും ചെയ്യും. അങ്ങനെയാണ്. അതിലേക്ക് ഒരു ശകലം ആർക്കേജും കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇട്ടുകൊണ്ട് ആർക്കേജും കൂടെ ഇട്ടിട്ടുണ്ട്. നല്ല ടേസ്റ്റ് വരാനാണ്. ഇവിടെ എനിക്ക് മരുമോനൊക്കെ ഉള്ളതാണ്. അപ്പോൾ അതൊക്കെ നല്ല ടേസ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ശകലം ആർക്കേജൊക്കെ ഇട്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ആർക്കേജോ നെയ്യോ എന്തെങ്കിലുമൊക്കെ ഇട്ടാണെങ്കിൽ നല്ല ടേസ്റ്റ്. അപ്പം നമ്മളെ മസാല റെഡി ആയിട്ടുണ്ട്. പിന്നെ അതിന് ഞാൻ ചെയ്തത് എടുത്ത് വെച്ചത് ഒരു 250 മൈദ എടുത്തിട്ട് ഞാൻ സാധാരണ നമ്മൾ ചപ്പാത്തിക്ക് കുഴയ്ക്കും പോലെ കുഴച്ചിട്ടുണ്ട്. ശകലം ഉപ്പ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാനിത് മൈദയാണ് ഞാൻ എടുത്തത്. അപ്പോൾ ഈ മൈദ ഒരു പിന്നെ ഉറപ്പായിരിക്കുമല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഒരു വിരലുമ്മൽ ഇങ്ങനെ നുള്ളുന്നൊരു അപ്പക്കാരവും കൂടി ഇട്ട് ഒരു ശകലം ഉപ്പ് ഇട്ടിട്ട് കുഴച്ച് വെച്ചതാണ് ഞാനിത്. അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഒരു 6 ചപ്പാത്തിക്ക് ചെറുതായിട്ട് നമുക്ക് എടുക്കാം. ഇത്തിരി പൊടിയിൽ മുക്കിയിട്ട് നമുക്ക് സാധാ ചപ്പാത്തി വറുക്കുമ്പോൾ കട്ടി കൊടുക്കും. എല്ലാം കട്ടി കുറച്ചിട്ട് വീണ്ടും ചപ്പാത്തി. പക്ഷേ അങ്ങനെ അപ്പക്കാരിട്ട് കൊടുക്കണം കേട്ടോ. എന്തായാലും കുഴയ്ക്കുമ്പോൾ അല്ലാണ്ട് നമ്മൾ കൂട്ടി വെക്കുന്ന ഭാഗത്ത് കട്ടിയായി കിടക്കും. ഞങ്ങൾ ഹോട്ടലിലൊന്നും പിന്നെ കടയിലുള്ള സമയത്ത് ഞങ്ങൾ ഇങ്ങനെയല്ല ചെയ്യുന്നത്. പിന്നെ പൊറോട്ടൻ്റെ മാവ് വീശും പോലെ വീശുക ചെയ്യുക. എന്നിട്ട് അയിമന്ന് ഇങ്ങോട്ട് മുറിച്ചെടുക്കുക ചെയ്യുന്നത്. നമ്മൾ വീട്ടിൽ നിന്ന് ഇപ്പോൾ നമുക്ക് ചായ കൂട്ടാൻ വേണ്ടി ചെയ്യുന്നതാണല്ലോ. പിന്നെ നമുക്ക് അങ്ങനെയൊന്നും ആക്കാൻ ആവില്ലല്ലോ. അതുകൊണ്ട് വീട്ടിൽ നമ്മൾ ചെയ്യുന്ന മാതിരിയാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ചെയ്ത് കാട്ടിത്തരുന്നത്. ഇത് ഞാൻ പിന്നെ മൈദ മാത്രമാണ് എടുത്ത് കുഴച്ചത്. നിങ്ങൾക്ക് ശേഷം ആട്ടപ്പൊടി കൂട്ടുന്നത് കുഴപ്പമില്ല. ഞങ്ങൾ മൈദ മാത്രം എടുത്ത് കുഴച്ച് വെക്കണം. ശേഷം ആട്ടപ്പൊടി കൂട്ടുന്നതിന് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ മൈദയാണെങ്കിൽ നല്ല വരിഞ്ഞ് കിട്ടും. അപ്പോൾ അതാ നമ്മൾ എണ്ണ ചൂടായിട്ടുണ്ട്. പിന്നെ നമുക്കിതാ ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇത് പൊരിക്കാൻ പോവുകയാണ്. പിന്നെ ഞാനിതിൽ പിന്നെ എന്താ പറയുക, നിങ്ങൾക്ക് കാട്ടിത്തരാൻ വേണ്ടിയിട്ട് കൂടുതൽ എണ്ണ ഞാൻ പിന്നെ പാലിൽ പറഞ്ഞതാണ്. പിന്നെ അപ്പോൾ ഈ നിങ്ങൾക്ക് പിന്നെ സാധാ നമ്മൾ വീട്ടിൽ പൊരിക്കുമ്പോൾ ചെറിയ ചീൻചട്ടിയിൽ, അതായത് ഞാനിവിടെ വെള്ളപ്പത്തിൻ്റെ ചീൻചട്ടി ഉണ്ട്, ഇവിടെ ചെറിയ ഇരുമ്പിൻ്റെ ചീൻചട്ടി, ആ ചീൻചട്ടി വെച്ചിട്ടാണ് ഞാൻ പൊരിക്കൽ. അപ്പം ഇത് ഇട്ട് കൊടുക്കുക.
6 കോഴിമുട്ടക്ക് ഒരു 250 മൈദയാണ് എടുത്തിരുന്നത്. അപ്പോൾ 6 ചപ്പാത്തി എടുത്തതിന് ശേഷം അതിൻ്റെ ബാക്കിയുള്ള ഒരു 3 ചപ്പാത്തി ഉണ്ട്. അത് നമുക്ക് എന്താക്കാം, പൂരി പൊരിച്ചിട്ട് രാവിലത്തെ ശേഷം ബാജിക്കറിയൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ നമുക്ക് അതൊക്കെ കൂട്ടി കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അത് പരത്തി ഇങ്ങോട്ട് എടുത്തതാണ്. ഞാൻ ചിന്തി അതിങ്ങനെ ചിന്തയും ചെയ്തോ? എനിക്ക് പിന്നെ ചിന്തൽ വേഗം കഴിയല്ലോ, നല്ല കാര്യം. ഞാനിപ്പോൾ അത് ആലോചിച്ചിട്ട് അപ്പോൾ അത് പൂരിയാക്കി. ഏതായാലും ഇപ്പോൾ സാറല്ലേ, ഇനിയിപ്പോൾ നമുക്ക് എന്താക്കാം, അത് വെറുതെ കറുമുറ കഴിക്കാം.